സത്യം പറഞ്ഞാൽ പേടി തോന്നുകയാണ്. വല്ല പനിയോ ജലദോഷമോ മാത്രമേ വരാവേ ഈശ്വര എന്നാണ് ഇന്ന് രാവിലെ മുതൽ ആ കത്രിക കേസ് അറിഞ്ഞതു മുതൽ എൻ്റെ പ്രാർത്ഥന. ശരീരത്തിൽ കത്തി വെക്കാനുള്ള അവസരമൊന്നും ഉണ്ടാക്കല്ലേ ദൈവമേ. ഇനി പ്രസവ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രസവ സമയത്ത് കുടുങ്ങിയ കത്രികയോ നൂലോ ഏതെങ്കിലും കാലത്ത് ശല്യം ചെയ്യുമോ ഈശ്വര എന്നാണ് ഇപ്പോൾ എൻ്റേത് മാത്രമല്ല കേരളത്തിലെ സകല സ്ത്രീകളുടെയും ഒരു ആശങ്ക. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറ്റിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം വിവാദമായിരിക്കുകയാണ്. രാവിലെ മുതൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് വ്യവസ്ഥിതിയെ കുറ്റപ്പെടുത്തിയ അന്നത്തെ ഗൈനക്കോളജി ഹെഡ് കൂടിയായ ഡോക്ടർ ലളിതാംബിക ഒരു പ്രതികരണം നടത്തിയിരുന്നു. 50 കൊല്ലമായാലും അങ്ങനെ ഒരു ഉപകരണം ശരീരത്തിൽ കിടന്നു എന്ന് പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ എക്സ്റേയിൽ അത് എന്താ പറയുക മാഗ്നിഫൈ ചെയ്ത് കാണുന്ന ഇമേജാണ്. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, വേദനയൊന്നും ഉണ്ടാക്കില്ല, അത് ജീവന് ഭീഷണിയൊന്നും ഉണ്ടാക്കില്ല എന്നാണ് വളരെ നിസ്സാരവൽക്കരിച്ച ഡോക്ടർ പറഞ്ഞു. മറ്റൊരു കാര്യം, ഡോക്ടർ വളരെ ചിരിച്ച് തമാശയോടെയാണ് ഇത് പറഞ്ഞതെന്നുള്ളതാണ്. ഡോക്ടർ ഇപ്പോൾ സർവീസിലില്ല. അപ്പോൾ ഇതിന് ഒരു പ്രതികരണവുമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിരുന്നു. മാഡം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ പരിശോധന നടത്തും. ആ പരിശോധനയിൽ ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികളെന്ന് കണ്ടാൽ സർവീസിലുള്ള സകലരെയും സസ്പെൻഡ് ചെയ്യും. മന്ത്രിയോട് ഒരു ചോദ്യം, സർവീസിൽ ഇല്ലാത്തവരെ എന്ത് ചെയ്യും? അപ്പോൾ ചോദിക്കും, ഈ ഡോക്ടർ അതിന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറല്ല, അപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ നടത്തിയ പ്രസ്താവനയോ, എത്രമാത്രം ഭീകരമായ ഒരു പ്രസ്താവനയാണ് ഡോക്ടർ ലളിതാംബിക നടത്തിയത് എന്ന് ജനങ്ങൾ ആലോചിക്കുക. നമ്മളൊക്കെ എങ്ങനെയാണ് ധൈര്യപൂർവ്വം ഇവരെയൊക്കെ വിശ്വസിച്ച് ഡോക്ടറുടെ മുമ്പിൽ ചെന്ന് അനസ്തേഷ്യം എടുത്ത് കണ്ണടച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകളെങ്കിലും ബോധരഹിതരായി അവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് കിടന്നു കൊടുക്കുക? നമ്മുടെ ജീവനോടെ നമ്മൾ തിരിച്ചു വന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാരക ആയുധങ്ങളാണ് ഇവർ ബാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? രണ്ടാമത്തെ ഈ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സർക്കാർ ആശുപത്രികളിൽ സർജറിക്ക് മുമ്പുള്ള ഉപകരണങ്ങൾ കൗണ്ട് ചെയ്യാനുള്ള സംവിധാനമില്ല. സ്വകാര്യ ആശുപത്രികളിൽ അതുണ്ട്. സർജറിക്ക് മുന്നേയും സർജറിക്ക് ശേഷവും അത്രയും ആയുധങ്ങൾ, ഇപ്പോൾ സിസേഴ്സ് ആയാലും ആ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് എണ്ണി തിട്ടപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ട് അത്രേ. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ അതില്ല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നറിയുമ്പോൾ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ ബാക്കി നിൽക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഇല്ലേ? തങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയല്ലേ തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പച്ച ജീവനോടെ അല്ലെങ്കിൽ ബോധരഹിതരായി കിടക്കുന്നത്? അവിടെ ഒരു ഉത്തരവാദിത്തമില്ലേ? ഇത് എണ്ണി നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് കൈ കിട്ടുന്നതെല്ലാം വയറിനകത്തും മറ്റുള്ളിടത്തും ഒക്കെ വെച്ച് കെട്ടുകയാണോ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ വിഷമിച്ചാണ് ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായവരുണ്ട്. നമ്മളെല്ലാവർക്കും നാളെ എന്താണ് നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഏത് രീതിയിലാണ് നമുക്ക് ഈ ഡോക്ടർമാരുടെ മുന്നിൽ ചെല്ലേണ്ടി വരുന്നത് എന്നറിയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ധൈര്യമാണുള്ളത്? ഇനിയിപ്പോൾ ഇത്തരം ഒരു വാർത്ത ചെയ്തതുകൊണ്ട് തന്നെ എന്നെ നോട്ടപ്പുള്ളിയാക്കി വെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനു മുൻപും ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തപ്പോൾ വളരെ 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 വിമർശനങ്ങൾ ഞാൻ കേട്ടതാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തു വന്നാലും ഞാൻ ആ ആശുപത്രിയിലേക്ക് എൻ്റെ പ്രായമായ അമ്മയും കൊണ്ട് പോകില്ല എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു അവസരം ഇതുവരെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയും കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെയും കൊണ്ട് പോകാനുള്ള മറ്റ് ആശുപത്രികളുണ്ട്. ധൈര്യപൂർവ്വം എനിക്ക് ആ ആശുപത്രിയിലേക്ക് ഇപ്പോഴും കയറാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെ വേണ്ടത് ഈ ആരോഗ്യരംഗത്തെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ ഉൾപ്പെടെ നഴ്സുമാർ ഉൾപ്പെടെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇമേജ് മാറ്റാൻ ശ്രമിക്കുക. സ്വകാര്യ മേഖലയിൽ മാത്രമേ ശ്രദ്ധാപൂർവമുള്ള പരിചരണം ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഇമേജ് മാറ്റാൻ ഇവർ തന്നെ ശ്രമിക്കുക. സർക്കാർ ആശുപത്രിയിൽ അവിടെ തോന്നിയതുപോലെയാണ് എന്നുള്ള ഒരു ഇമേജ് മാറ്റാൻ ഇവർ ശ്രമിക്കുക. ഇവരുടെ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതൊക്കെയല്ലേ ഇവർ ചെയ്യേണ്ടത്? എന്തിനും ഏതിനും ആ ആരോഗ്യവകുപ്പിനെയും ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയെയും ഒക്കെ കുറ്റപ്പെടുത്താതെ ആദ്യം സ്വയം നന്നാവാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള പരിമിതികളാണെന്നുണ്ടെങ്കിൽ ആ പരിമിതികളിൽ നിന്ന് പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നതല്ലേ നമ്മൾ പഠിച്ച ആ ഒരു ശാസ്ത്രത്തിനോട്, ആ ഒരു എത്തിക്സിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അല്ലാതെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വളരെ നിസ്സാരവൽക്കരിച്ച് അതൊക്കെ സംഭവിച്ചുകൊണ്ടൊന്നുമല്ല. എനിക്ക് ആ ഡോക്ടറുടെ മുഖത്തെ ആ ഒരു ചിരിയാണ് എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയി പോയത്. വളരെ നിസ്സാരമായി ആ സ്ത്രീ അനുഭവിച്ച വേദനയ്ക്ക് ഇവർ എന്ത് മറുപടിയാണ് പറയുക? എന്തായാലും DMEക്ക് ലഭിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തും, നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും, റിപ്പോർട്ട് പോലീസിന് കൈമാറും. ഇക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല എന്നും സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ സസ്പെൻഡ് ചെയ്യാൻ സാധ്യമല്ലാത്ത വിരമിച്ച ഈ ഡോക്ടറുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഈ സർക്കാരിന് ചെയ്യാൻ സാധിക്കുമോ? ഇത്രയും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തിയതിന്
ഇത് തന്നെ വേദവാക്യമാക്കുന്ന എത്രയോ പേർ സർവീസിലുണ്ടാകും. ഇപ്പോൾ വയറ്റിൽ കത്രിക കുടുങ്ങി 5 വർഷത്തോളം കാലം ദുരിതം പേറി ഉഷയുടെ മകൻ പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വീട്ടിൽ പോയി കണ്ടു എന്നാണ്. ഡോക്ടർക്ക് കേസ് ഓർമ്മയുണ്ട്, ഓപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ശസ്ത്രക്രിയ പ്രോട്ടോകോൾ ഉറപ്പാക്കിയാകണം നടത്തേണ്ടത്. കുടുംബം പറയുന്നത് വിശ്വാസത്തിലെടുക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അവരുടെ സ്വന്തം അനുഭവത്തിൽ വന്നാൽ ഇങ്ങനെ പറയുമോ എന്ന് തന്നെയാണ് മന്ത്രി ചോദിച്ചത്. സ്വന്തം ജോലിയോടുള്ള അനാദരവാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. 5 വർഷം മുൻപ് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്ത പുന്നപ്ര സ്വദേശിയായ ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാനായി കോവിഡ് സമയത്താണ് ഉഷ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് 2021 മെയ് 5-ന് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ നടത്തി. തുടർന്ന് 2 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഠിനമായ വയറുവേദനയും മറ്റ് അസ്വസ്ഥതകളും തുടങ്ങി. വയറുവേദന അനുഭവപ്പെടുമ്പോൾ ആശുപത്രികളിൽ പോയി ചികിത്സ തേടിയിരുന്നു. പല മരുന്നുകളും കഴിച്ചെങ്കിലും വേദന മാറിയില്ല. തുടർന്ന് വേദന കാരണം വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും മൂത്രത്തിൽ കല്ല് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് മടക്കി വയ്ക്കുകയായിരുന്നു. മൂത്രത്തിൽ കല്ലാണെന്ന് കരുതി മരുന്നും ചികിത്സയും തുടരുന്നതിനിടെ ദിവസങ്ങൾക്ക് മുമ്പ് മൂത്രത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. തുടർന്ന് ബുധനാഴ്ച സ്വകാര്യ ലാബിൽ നിന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രിക കണ്ടത്. അത് കത്രികയല്ല എന്ന അഭിപ്രായവും നമ്മൾ കേട്ടു. അത് കത്രികയല്ല, മസ്കിറ്റോ ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും എനിക്ക് ആശ്വസിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, ഇപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് നമുക്ക് ശരീരത്ത് കത്രിക വയ്ക്കേണ്ടാത്ത അസുഖങ്ങൾ വന്നാൽ കേരളത്തിൻ്റെ സ്വന്തം വൈദ്യശാസ്ത്രമായ ആയുർവേദമുണ്ട്. ആയുർവേദത്തിന് പിന്നാലെ നമുക്ക് പോകാം. ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാം. അലോപ്പതി ഡോക്ടർമാർ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതല്ലാതെ ജീവനിൽ കൊതിയുള്ള മറ്റാർക്കും അതല്ലാതെ ജീവനിൽ കൊതിയുള്ള ആർക്കും മറ്റൊരു വഴിയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.